യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗം കാലുപാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ടായിരുന്നു യോഗം ആരംഭിച്ചത്. അനുസ്മരണ യോഗം DCCയുടെ ജനറൽ സെക്രട്ടറി RS അബിൻ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിത്ര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അജിത് ലാൽ സ്വാഗതം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷമീർ മയ്യനാട്, യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് വിജയ്, യൂത്ത് കോൺഗ്രസ് അസംബ്ലി സെക്രട്ടറി വിഷ്ണു ശ്യാം, മയ്യനാട് ഗ്രാമപഞ്ചായത്ത് അംഗവും മയ്യനാട് മണ്ഡലം പ്രസിഡന്റുമായ ബിപിൻ ജോസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് DCCയുടെ ജനറൽ സെക്രട്ടറി RS അബിനും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിത്രയ്ക്കും സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ചെയർമാൻ റുവൽ സിംഗ് M സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ ചാത്തന്നൂർ മണ്ഡലം പ്രസിഡന്റ് അൻസി ചടങ്ങിൽ നന്ദി പറഞ്ഞു. ഈ അനുസ്മരണ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ അജിത് ലാല്, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മയ്യനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഷമീർ മയ്യനാട്, ചാത്തന്നൂർ അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ RS വിജയ്, പ്രിയപ്പെട്ട അസംബ്ലി കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വിഷ്ണു ശ്യാം, ചിറക്കന മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായ ശ്രീമതി സജിന, മയ്യനാട് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ്, മയ്യനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ എൻ്റെ സഹോദരൻ ബിപിൻ ജോസ്, പ്രിയപ്പെട്ട ശ്രീ ഷഫീഖ് മണ്ഡലം പ്രസിഡന്റ്, പ്രിയപ്പെട്ട ശ്രീമതി അൻസി മണ്ഡലം പ്രസിഡന്റ്, ജസ്റ്റിസ് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് റൂബൻ സിംഗ്, ഈ സ്ഥാപനത്തിൻ്റെ കോർഡിനേറ്റർ അടക്കമുള്ള ഏറ്റവും പ്രിയമുള്ള സുഹൃത്തുക്കളെ, അമ്മമാരെ, അച്ഛന്മാരെ, റിയാസ് ഞാനും ഈ ഒരു യോഗത്തിനിരിക്കുമ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ ഓർമ്മ റിയാസ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം അല്ലേ, റിയാസ് എന്നോട് ചോദിക്കുകയും ചെയ്യും. റിയാസ് ചുമതല ഏറ്റെടുത്ത യോഗത്തിൽ ഞാൻ പങ്കെടുത്തു. അതിനുശേഷം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് ഇന്നാണ്. അത് റിയാസിൻ്റെ കുഴപ്പം കൊണ്ടല്ല, എൻ്റെ കുഴപ്പം കൊണ്ടാണ്. പല പരിപാടികളിലും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് വിളിക്കുമ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഹൃദയത്തിൽ തൊട്ട് പറയുന്നു, ഇന്ന് പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായി എനിക്ക് തോന്നിപ്പോയേനെ. കാരണം അത്രമേൽ ഹൃദയം കൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് 10,000-കണക്കിന് സ്ഥലങ്ങളിൽ, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ, കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ, കേരളം ഒന്നടങ്കം ഉമ്മൻചാണ്ടിയെ ഓർമ്മിക്കുന്ന ദിവസമാണ്. അങ്ങനെ ഒരാളെ കേരളം ഓർക്കണമെങ്കിൽ കേരളത്തിന് ആ മനുഷ്യൻ ആരായിരുന്നു എന്നുള്ളതിൻ്റെ സുപ്രധാനമായ ഉദാഹരണം കൂടിയാണത്. പക്ഷേ എത്ര പ്രോഗ്രാമുകൾ എവിടെയൊക്കെ സംഘടിപ്പിക്കുമ്പോഴും ഈ സമുദ്രതീരത്ത് ഇവിടുത്തെ അച്ഛനമ്മമാരോടൊപ്പം, ഇവിടുത്തെ കുഞ്ഞുങ്ങളോടൊപ്പം ചിലവഴിക്കുന്ന ഈ പരിപാടിക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ ജീവിതവുമായി വളരെയധികം ബന്ധമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തുന്ന പരിപാടിയിൽ അദ്ദേഹം ഏറ്റവും അധികം സന്തോഷിക്കുക ഇത്തരത്തിലൊരു സ്ഥാപനത്തിൽ വെച്ച് നടത്തുന്നതായിരിക്കും എന്ന് അടിവരയിട്ട് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. കാരണം ജീവിതത്തിൽ ഉടനീളം സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം കേരളക്കരയ്ക്ക് സമ്മാനിച്ച നേതാവിൻ്റെ പേരാണ് ഉമ്മൻചാണ്ടി എന്നുള്ളത്. എത്രയോ പേർ വേട്ടയാടി. കേരളം മുഴുവൻ ആ മനുഷ്യനെ ഇല്ലാ കഥകൾ കൊണ്ട് വേട്ടയാടിയ കാലഘട്ടം ഈ കേരളത്തിൻ്റെ മണ്ണിലുണ്ട്. കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ അദ്ദേഹത്തെ സമാനതകളില്ലാതെ വേട്ടയാടിയ കാലഘട്ടം ഉണ്ട്.
വേട്ടയാടിയ മനുഷ്യരോട് പോലും ഒരു നിമിഷം പോലും വൈരാഗ്യമോ വിരോധമോ പകയോ വെച്ചു പുലർത്താൻ ഉമ്മൻചാണ്ടി സാറിന് കഴിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ആ ഗൂഗിൾ മാപ്പ് ഒന്ന് എടുത്തു നോക്കി തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ ഉള്ള ദൂരം ഒന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും 3.5 മണിക്കൂറാണ്. നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. തിരുവനന്തപുരത്ത് നിന്ന് ഒരാളിന് പുതുപ്പള്ളിയിലോട്ട് പോകാൻ ഒരു 3.5 മണിക്കൂർ വണ്ടി ഓടിച്ചാൽ എത്താൻ കഴിയും. ഉമ്മൻചാണ്ടി സാറിന് അവസാന യാത്രയിൽ തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ എത്താൻ എത്ര നേരം എടുത്തു എന്നറിയാവോ? എത്ര മണിക്കൂർ എടുത്തു എന്നറിയാവോ? ഏകദേശം 10, 14, 15 മണിക്കൂറുകൾ കൊണ്ടാണ് ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് നിന്നും പുതുപ്പള്ളിയിലേക്ക് അന്ത്യയാത്ര ചെയ്തത്. കാരണം മലയാഴിയിൽ നിന്നും തിരമ്പിക്കടന്നെത്തുന്ന തിരമാലകളോളം സങ്കടത്തോടെ നിറഞ്ഞ കണ്ണുനീരോടെ പൊട്ടിക്കരച്ച് ആർത്തലച്ച് ആ വാഹനത്തിന് പിന്നിൽ കേരളം മുഴുവൻ രാപകലില്ലാതെ ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഓടിപ്പിടഞ്ഞൊരു നോക്ക് ഉമ്മൻചാണ്ടിയെ കാണാൻ കേരളം മുഴുവൻ ഓടിയെത്തിയ കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഓരോ ജംഗ്ഷനും ഓരോ മുക്കും മൂലയും ഓരോ പട്ടണങ്ങളും ഓരോ ഗ്രാമങ്ങളും അവസാന യാത്രയിൽ തീണ്ടാൻ കടന്നു പോകാൻ മണിക്കൂറുകൾ ഉമ്മൻചാണ്ടി സാറിനെടുത്തു. കേരളത്തിൻ്റെ സ്നേഹമായിരുന്നു അത്. കേരളം ഉമ്മൻചാണ്ടിക്ക് നൽകിയ ആദരവായിരുന്നു അത്. കേരളം ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ തലകുനിച്ച നിമിഷങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിരുന്നു. കാരണം അത്രമേൽ കേരളത്തിന് പ്രിയപ്പെട്ടതായിരുന്നു ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ. ഇവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കോക്ലിയർ ഇംപ്ലാന്റേഷൻ, ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങൾ, ഏകദേശം 1000-ഓളം കുഞ്ഞുങ്ങൾക്കാണ് കേൾവിശക്തി തിരിച്ചു കൊടുക്കുന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പദ്ധതി. ഒരു ആളിന് എനിക്ക് തോന്നുന്നു 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അന്ന് ഇത് ചെയ്യുന്നത്. കേരളത്തിൻ്റെ നിയമസഭയുടെ പ്രൗഢഗംഭീരമായ ദർബാർ ഹാളുണ്ട്. ആ ദർബാർ ഹാളിലേക്ക് ഒരു ദിവസം ഒരു യോഗം നടക്കുക. ആ യോഗം മറ്റാരുടെയും യോഗമായിരുന്നില്ല, ഈ കുഞ്ഞുങ്ങളുടെ യോഗമായിരുന്നു. ആ യോഗത്തിന് നടുവിലേക്ക് വന്ധ്യവയോധികനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് നടന്നു വരുമ്പോൾ 3, 4, 5 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചുമ്മ കൊടുക്കുന്ന കാഴ്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിച്ചു. സമാനതകളില്ലാത്ത കാരുണ്യപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാർ. അതുപോലെ തന്നെ എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ DCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ RS അബിൻ അവറുകൾ, സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ അജിത് ലാൽ, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും മയ്യനാട് ഗ്രാമപഞ്ചായത്ത് അംഗവും കൂടിയായിട്ടുള്ള ശ്രീ ഷമീർ മയ്യനാട്, പ്രിയപ്പെട്ട വിഷ്ണു ശ്യാം, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റും ചിറക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ശ്രീമതി സജന, ഒപ്പം ഏറെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ചാത്തന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ വിജയ് പരവൂർ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിൻ്റെ കൊട്ടിയം മണ്ഡലം പ്രസിഡന്റ്, ആദിച്ചനല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ്, മയ്യനാട് മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട വിപിൻ, ചാത്തന്നൂർ മണ്ഡലം പ്രസിഡന്റ് അൻസി ഉൾപ്പെടെ പ്രിയപ്പെട്ട ജസ്റ്റിസ് സഫിൽ ഉൾപ്പെടെ അഭിജിത്ത് ഉൾപ്പെടെയുള്ള പ്രിയമുള്ളവരെ, ഒപ്പം തന്നെ ഏറെ പ്രിയപ്പെട്ട ശ്രീ റോവൽ സിംഗ്, ഈ സ്ഥാപനത്തിൻ്റെ MD റോവൽ സിംഗ് ഉൾപ്പെടെ ഇന്നിവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുക, എനിക്ക് മുന്നിലിരിക്കുന്ന ഏറെ മുതിർന്ന അച്ഛന്മാരും അമ്മമാരും ആയിട്ടുള്ള ഏറെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ 3ാമത് അനുസ്മരണം നടത്തണമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിൽ തന്നെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതിൻ്റെ ചെയർമാനായിരുന്ന പ്രിയപ്പെട്ട റോവൽ സിംഗ് ഏട്ടൻ്റെ വീട്ടിൽ പോവുകയും അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചുവെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു പരിപാടി ഇവിടെ വെച്ച് നടത്തണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ്, ഏതെങ്കിലും ഒരു പരിപാടി ഇവിടെ നടത്തുമ്പോൾ അതിന് ഏറ്റവും ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണം തന്നെ ഇവിടെ വെച്ച് നടത്തണമെന്ന് ഞാൻ അന്ന് മനസ്സിൽ എഴുതിയിട്ടാണ്. കാരണം ഈ എനിക്ക് മുന്നിലിരിക്കുന്ന
അച്ഛന്മാർക്കും അമ്മമാർക്കും ഒപ്പം നമ്മളിപ്പോൾ പോയി കണ്ട കുറച്ച് കൊച്ചു കുട്ടികളുണ്ട്. മനസ്സ് തന്നെ വല്ലാതെ വിങ്ങുന്നൊരു നിമിഷമാണ്. വളരെ വ്യക്തിപരമായി പറഞ്ഞാൽ വളരെ വേദനിപ്പിക്കുന്നൊരു രംഗമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ കണ്ടതും ഇവിടെ കണ്ടതും. ഇന്ന് മാത്രമല്ല, ഞാൻ ഇതിനു മുമ്പും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും അത് ഉദ്ഘാടനത്തിന് എനിക്കിവിടെ പങ്കെടുക്കണമെന്ന്, പക്ഷേ അന്ന് എനിക്ക് മറ്റ് പല കാരണങ്ങളാൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു ദിവസം ഞാൻ റൂവൽ സിംഗ് ഏട്ടൻ്റെ കൂടെയും അജിത് ലാലിൻ്റെ കൂടെയൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ അന്തരീക്ഷങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി ഇവിടെ നിന്ന് പോയതാണ്. അന്നേ മനസ്സിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എഴുതിയിട്ടിരുന്നു, ഇവിടെ ഒരു ദിവസം ഇവിടുത്തെ അച്ഛന്മാരോടും ഇവിടുത്തെ അമ്മമാരോടും ഒപ്പം ഒരു ദിവസമെങ്കിൽ മുഴുവനായി പങ്കെടുക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് തന്നെ കോൺഗ്രസിൻ്റെ പലതരത്തിലുള്ള പരിപാടികളും അനുസ്മരണങ്ങളും ഇവിടെ നടന്നുപോയി എന്ന് ഞാൻ നേരത്തെ അറിയുകയുണ്ടായി. അപ്പോൾ അത് നമുക്ക് കിട്ടിയ സമയം ഒന്ന് വൈകിട്ടാണ് കിട്ടിയത്. അത്താഴത്തിന് നമുക്ക് ഒരുമിച്ച് കൂടാം എന്നാണ് അജിത് ലാലും റൂവൽ സിംഗ് ഏട്ടനും നമ്മളോട് സൂചിപ്പിച്ചത്. അപ്പോൾ അതിനൊരു അവസരം ലഭിച്ചതിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റിനോട് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത്രയും വൈകാരികമായിട്ടൊരു രംഗം ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ഒരാളുടെ അനുസ്മരണം നടത്തുമ്പോൾ നമുക്ക് സ്പർശിച്ച് നോക്കാൻ പറ്റുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി കടന്നുപോയ ആളാണ് ഉമ്മൻചാണ്ടി സാർ. അത് അജിത് ലാൽ പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളോടൊപ്പം സൂചിപ്പിച്ചു പോയി. എങ്കിൽ മനസാക്ഷി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും ഉള്ളതാണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും ഉള്ളവർക്ക് ഏറ്റവും കൂടുതലായി വേണ്ടതും മനസാക്ഷി എന്നുള്ളതാണ്. അതിനാരെ കണ്ട് പഠിക്കണമെന്ന് ചോദിച്ചാൽ അത് ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറിനെ കണ്ട് പഠിക്കണമെന്നുള്ളതാണ്. അദ്ദേഹം നടക്കുന്ന വേളയിലായാലും ശരി, അദ്ദേഹം യാത്ര ചെയ്യുന്ന വേളയിലായാലും ശരി, പലരും പറഞ്ഞിട്ടുണ്ട്, പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ആൾക്കൂട്ടമാണ് ഇഷ്ടമെന്നുള്ളത്. ആ ആൾക്കൂട്ടത്തെ ഇഷ്ടപ്പെടുന്ന ജനകീയനായ നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം എല്ലാ കാലത്തും സാധാരണക്കാരനെയും പാവപ്പെട്ടവൻ്റെയും അവൻ്റെ വേദനകൾ, ആ വേദനകൾക്ക് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ആശ്വാസമാകുമെങ്കിൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം പലതരത്തിലുള്ള ഇടപെടൽ അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കാരുണ്യ ബെനവലൻ ഫണ്ട് എന്ന് പറയുന്ന രോഗികൾക്ക് ആശ്വാസമായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ചികിത്സാ ധനസഹായ ഫണ്ടായിട്ട് 2011-16 കാലഘട്ടങ്ങൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം. അദ്ദേഹം 2014 ജനസമ്പർക്ക പരിപാടിയുമായി അദ്ദേഹം കൊല്ലത്ത് ഫാത്തിമ കോളേജിലേക്ക് കടന്നു വരുമ്പോൾ 10,000-കണക്കിന് അപേക്ഷകളാണ് അദ്ദേഹത്തിന് മുന്നിലേക്ക് കടന്നു വരുന്നത്. ആ അപേക്ഷകൾ ഓരോന്നായി അദ്ദേഹം വാങ്ങിക്കൂട്ടുന്നത് പാതിരാത്രി എന്നില്ല, ഇനി വെളുപ്പാങ്കാലം എന്നില്ല, ആ മുഴുവൻ അപേക്ഷകളും കൈപ്പറ്റിയിട്ട് മാത്രമേ അദ്ദേഹം അന്നത്തെ ജനസമ്പർക്ക പരിപാടികളിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയിട്ടുള്ളൂ എന്നുള്ളതാണ്. അദ്ദേഹം ഓരോ വ്യക്തികളെ എത്രത്തോളം പ്രാധാന്യം അർഹിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടുന്ന വിഷയമാണ്. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഇവിടെ അജിത് ലാൽ സൂചിപ്പിച്ചു. ഏറെ ഹൃദയസ്പർശിയായ രംഗമാണ്. കണ്ണ് കാണാൻ പറ്റാത്ത ഒരാൾ ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനിച്ച് വീണിട്ട് കാര്യമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. കാരണം ഈ ലോകത്തിൻ്റെ ഹരിത നിറമുള്ള പച്ചപ്പുകൾ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ നിറങ്ങൾ കാണാതെ പോയി കഴിഞ്ഞാൽ അവൻ മനുഷ്യനാണോ എന്ന് ചോദിക്കും. പക്ഷേ കേൾക്കാതെ പോയി കഴിഞ്ഞാൽ അവൻ മനുഷ്യനാണോ, അല്ലെങ്കിൽ അവന് ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ ആ കാഴ്ച തിരികെ ലഭിക്കും, അല്ലെങ്കിൽ കേൾവി തിരികെ ലഭിക്കുമെങ്കിൽ ആ തിരികെ ലഭിക്കുന്നതിന് ആര് കാരണമായിട്ടുണ്ടോ, ആ കാഴ്ച കാണാൻ ആരതിന് കാരണഭൂതനായോ അങ്ങനെ ആയിട്ടുണ്ട് എങ്കിൽ അവൻ ദൈവ തുല്യനാണ് എന്ന് മാത്രം നമ്മൾ പറയേണ്ടി വരും. അതിനുദാഹരണമാണ് ഇവിടെ എനിക്ക് മുന്നേ പറഞ്ഞവർ സൂചിപ്പിച്ചു പോയത്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ പോലുള്ള ശസ്ത്രക്രിയകൾ നടത്തിക്കൊണ്ട് കേൾവി ശക്തി തിരികെ കൊടുത്തു എന്നുള്ളത്. ഏറ്റവും കരുതലും മനുഷ്യത്വമുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ 3ാമത് ചരമവാർഷികമാണ്. ഉമ്മൻചാണ്ടി സാറ് കേരളത്തിന് പകർന്നു നൽകിയ രാഷ്ട്രീയ പാരമ്പര്യം തുടർന്നവരാണ് ഈ കൂട്ടത്തിലിരിക്കുന്ന ചെറുപ്പക്കാരെല്ലാം. ഉമ്മൻചാണ്ടി സാറ് കണ്ടെത്തിയ ഒട്ടനവധി ചെറുപ്പക്കാർ ഇന്ന് കേരളത്തിൻ്റെ മന്ത്രിസഭയിലും അതുപോലെ തന്നെയുള്ള രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലും സജീവ സാന്നിധ്യമായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ രാഷ്ട്രീയം ഒരിക്കലും ഉമ്മൻചാണ്ടി സാർ പ്രസംഗം കൊണ്ട് ഈ ജനങ്ങളെ കയ്യിലെടുത്ത നേതാവല്ല, പ്രവൃത്തി കൊണ്ട് ജനങ്ങളുടെ മനസ്സിലിടം പിടിച്ച പ്രിയങ്കരനായ നേതാവാണ് ഉമ്മൻചാണ്ടി സാർ. നമുക്കറിയാം, നമ്മൾ ഈ സമുദ്രതീരത്ത് വെച്ച് ഈ പരിപാടി നടത്താൻ ആഗ്രഹിക്കുമ്പോഴും ഉമ്മൻചാണ്ടി സാറിൻ്റെ സേവന മേഖലയിൽ ജനങ്ങളോടൊപ്പം എങ്ങനെ നിന്നോ അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ് സമുദ്രതീരം. അത്തരത്തിൽ ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന
ഒരു സ്ഥാപനത്തിൽ വെച്ച് തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി പ്ലാൻ ചെയ്തത്. എൻ്റെ തുടക്കം സമുദ്രതീരത്തെ തിരഞ്ഞെടുത്തതിൽ സമുദ്രതീരത്തിൻ്റെ ഭാരവാഹി എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയോട് ഞാൻ ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രവർത്തന മേഖലയിൽ ഒട്ടനവധി അനുഭവമുള്ളവരാണ് ഈ ഇരിക്കുന്ന ചെറുപ്പക്കാർ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും. യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും സംഘടനാ പ്രവർത്തന കാലയളവിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്നേഹം ആവോളം അനുഭവിച്ചവരാണ് നമ്മളെല്ലാവരും. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചരമവാർഷിക ദിനത്തിൽ നമുക്കറിയാം, ഈ സർക്കാർ UDF സർക്കാർ അധികാരത്തിൽ വന്ന് ഉമ്മൻചാണ്ടി സാറ് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഇന്നും അതേപടി നിലനിൽക്കുന്നതിനപ്പുറത്തേക്ക് 10 വർഷത്തിന് ശേഷവും ആ പ്രവർത്തനങ്ങൾ തലയെടുപ്പോടെ തന്നെ നിൽക്കുന്നു. നമുക്കറിയാം, വിഴിഞ്ഞം തുറമുഖമായാലും കൊച്ചി മെട്രോ ആയാലും കേരളത്തിൻ്റെ വികസന നായകനായി ഉമ്മൻചാണ്ടി സാറ് കേരളത്തിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അതുപോലെ തന്നെ ടെക്നിക്കൽ മേഖലയിലായാലും ഇൻഫോ പാർക്കായാലും അങ്ങനെ ഒട്ടനവധി മേഖലയിൽ ഉമ്മൻചാണ്ടി സാറ് നമ്മളെ മുമ്പോട്ട് നയിച്ച വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി, കുട്ടികൾക്ക് കേൾവി ശക്തി തിരിച്ചു ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ, അത്തരത്തിൽ ഒട്ടനവധി പദ്ധതികൾ നടത്തി കേരളത്തിൻ്റെ ജനമനസ്സുകളെ പിടിച്ച് നിർത്തിയ നേതാവാണ് ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിൻ്റെ ആ വിലാപയാത്ര പോലും തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് എത്തിച്ചേരാൻ 2 ദിവസത്തോളം എടുത്തെങ്കിൽ ആ മനുഷ്യനെ എത്രത്തോളം ഈ സമൂഹം നെഞ്ചോട് ചേർത്തിരുന്ന് വ്യക്തമായ ഉദാഹരണമാണ്. അദ്ദേഹത്തിനെ അനുസ്മരിക്കുവാൻ നടത്തിയ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ഉള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ അമരക്കാരൻ ശ്രീ റിയാസ് ചിതറയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. അതുപോലെ തന്നെ നമുക്കറിയാം, സേവന മേഖലയിലും പഞ്ചായത്ത് മെമ്പറായും നിരവധി വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാം ജ്യേഷ്ഠ സഹോദരൻ ശ്രീ RS സബിനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. മയ്യനാട് പഞ്ചായത്ത് മെമ്പറായും DCCയുടെ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്ന ശ്രീ RS സബിൻ അവർക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ഷമീമിനെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഷമീർ യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി പ്രസിഡൻ്റായ ശ്രീ വിജയ് RSനെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മണ്ഡലം പ്രസിഡൻ്റായ സജിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഷഫീഖ് ആഴ്ചലു മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മയ്യനാട് പഞ്ചായത്ത് മെമ്പറും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റുമായ വിപിൻ ജോസിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി സെക്രട്ടറി ശ്രീ വിഷ്ണു ശ്യാമിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ചാത്തന്നൂരിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായ ശ്രീ അൻസിയെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ അച്ഛന്മാർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ് ഈ സമുദ്രതീരത്തിൻ്റെ ചെയർമാൻ റോവൽ സിംഗ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ അതേ പാതയിലാണ് ചെയർമാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണശേഷമാണ് അദ്ദേഹത്തിൻ്റെ കടത്തെക്കുറിച്ചൊക്കെ നമ്മളറിയുന്നത്. പലർക്കും മരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് ബില്ല് എഴുതി കൊടുക്കും. ഏറ്റവും ദിവസം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് 25 ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് പോലും ആ കുടുംബം അറിയുന്നത്. അത്തരത്തിൽ വലിയൊരു ബാധ്യതയിലേക്കാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ സേവന പ്രവർത്തനങ്ങൾ പോയത്. അതുപോലെ തന്നെ വലിയൊരു ബാധ്യത കൊണ്ട് ഈ സമുദ്രതീരത്തെ ഇപ്പോഴും മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രതീരത്തിൻ്റെ ചെയർമാൻ ശ്രീ റോവൽ സിംഗ് അവരുടെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട റിയാസ് ചിതറ, അതുപോലെ തന്നെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ DCCയുടെ ജനറൽ സെക്രട്ടറിയും വയനാട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ RS സബിൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകരുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ അജിത് ലാൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ്, നിയോജകമണ്ഡലം സെക്രട്ടറിമാർ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഉമ്മൻചാണ്ടി സാറിൻ്റെ ആശയത്തിന് അനുസരിച്ചുള്ള ഏറ്റവും അനുയോജ്യമായ വേദിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനം നടത്താൻ പറ്റിയ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള പേരിൽ ഞാൻ ഈ വേദി പങ്കിടുന്നത്. ഒരു മനുഷ്യൻ ജനങ്ങൾക്കിടയിൽ സഞ്ചരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഉൾപ്പെടെ ഉള്ള ഒരു അംഗീകാരം നേടിയെടുക്കുന്ന ചരിത്രത്തിലെ ഏക മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിൻ്റെ നിരവധിയായുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം നമുക്കറിയാം.
അദ്ദേഹം കേരളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്നുള്ള ബൃഹത്തായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം നിരാലംബരായ മനുഷ്യർക്ക് കൈത്താങ്ങായി അവർക്കിടയിൽ സഞ്ചരിച്ച് അവരുടെ വികാര വായ്പകൾ ഏറ്റുവാങ്ങി അവരുടെ പ്രശ്നങ്ങൾ, നിരവധിയായുള്ള ജീവിത പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട മഹാനായ മനുഷ്യൻ്റെ പരിപാവനമായ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അച്ഛന്മാർക്കും അമ്മമാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആർദ്രത കൊണ്ട് മലയാളക്കരയെ സ്നേഹിച്ച് ഭരിച്ച ശ്രീ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യസ്നേഹിയുടെ ആ മഹാത്മാവിൻ്റെ 3ാം അനുസ്മരണ യോഗം ഇന്ന് എന്തുകൊണ്ടും നടത്താൻ അനുയോജ്യമായ ഒരു സ്ഥലം തീർച്ചയായും സമുദ്രതീരത്തിൻ്റെ ഈ കാണുമ്പോഴേ അറിയാം ഇതൊരു പഴയ വീടാണ്. ഈ വീടിൻ്റെ തിരുമുറ്റം തന്നെ തിരഞ്ഞെടുത്ത ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വളരെയധികം ആശംസകൾ അറിയിക്കുകയാണ്. കാരണം ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം പരവൂർ മുനിസിപ്പൽ കൗൺസിലറായി തുടങ്ങി 1 മാസം ആകുമ്പോൾ തന്നെ നടത്തിയ ആദ്യത്തെ ജനകീയമായുടെ ഇടപെടൽ ഒരു അമ്മയെ കൊണ്ട് ഇവിടെ അങ്ങനെയാണ് ആദ്യമായിട്ട് സമുദ്രതീരമായിട്ടൊരു ബന്ധം വരുന്നത്. ഞാൻ 2021 കാലഘട്ടത്തിലാണ് ഒരു അമ്മയെ പുള്ളി ഓർക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, ആദ്യമായി പരവൂർ നെടുങ്ങോല ഭാഗത്തു നിന്ന് അമ്മയെ ഇവിടെ ഇറക്കിയത്. അന്നു മുതലേ ഇവിടുത്തെ ആർദ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഈ മഹാമനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു ദിവസം എന്നാൽ പോലും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഇത്രയും മനുഷ്യസ്നേഹിയായ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഭരിക്കപ്പെടാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ. അദ്ദേഹം ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ട മനുഷ്യനായിരുന്നു. എന്നാലും നമുക്ക് ഈ ഓർമ്മ ദിനം ഒരിക്കൽ കൂടെ ഓർത്തുകൊണ്ട് നിങ്ങളെ കാണാനും അച്ഛനാരെ അമ്മമാരെ കാണാനും ഭാഗ്യം സിദ്ധിച്ചതിലും ഒരുപാട് നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വളരെയധികം ഈ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കൊല്ലത്ത് ഫാത്തിമ കോളേജിൽ സാറിൻ്റെ ജനസമ്പർക്ക പരിപാടിയിൽ എൻ്റെ വീട്ടിൽ നിന്നൊരാൾക്ക് 50,000 രൂപ കിട്ടിയ ആളാണ്. അപ്പോൾ അന്ന് എൻ്റെ വല്യമ്മച്ചിയുടെ 2 മക്കൾ നമ്മുടെ ചാത്തന്നൂർ ശ്രീഭൂതനാഥ ക്ഷേത്രത്തിലെ കുളത്തിൽ വീണ് മരിക്കുകയും അങ്ങനെ അവിടെ ജനസമ്പർക്ക പരിപാടിയിൽ പോകാനായിട്ട്, അന്ന് ഞാൻ കോളേജ് സ്റ്റുഡൻ്റാണ്, പോകാനായിട്ട് ചെന്നപ്പോൾ സാറ് കുറേ പേപ്പറുകളുടെയും മറ്റും നടുവിലിരുന്ന് നേരെ ആ ഒരു പേപ്പറിലെടുത്ത് 50,000 രൂപ എഴുതുകയും പിന്നെ എൻ്റെ വല്യമ്മച്ചിക്ക് സർക്കാർ ജോലിക്ക് കൊടുക്കുകയും ചെയ്തതാണ്. അങ്ങനെ നേരിട്ട് എൻ്റെ കുടുംബത്തിന് സാറിനെ കൊണ്ടൊരു വലിയ സന്തോഷം ഉണ്ടാവാൻ കാരണമുള്ളതാണ്. അതിന്നും മറക്കാതെ ഓർക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് ഈ ഒരു അനുസ്മരണ ദിനം ഇന്നേ ദിവസം എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ്റെ അമ്മമാരുടെ ഒപ്പം ഓർക്കുവാൻ, അല്ലെങ്കിൽ ഈ സന്തോഷം അല്ലെങ്കിൽ ഈ ഒരു പങ്കെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് അതിനേക്കാൾ ഉപരി സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ സാറിനെ പോലുള്ള ഒരാൾ, കാരണം UN പോലും, ഐക്യരാഷ്ട്രസഭ പോലും കേരളത്തിലെ ഇത്രയും മുഖ്യമന്ത്രിമാരിലെ ജനസമ്പർക്ക പരിപാടി അംഗീകരിച്ച് ഏക വ്യക്തിയാണ് സാറ്. അപ്പം ആ സാറിൻ്റെ അനുസ്മരണ ദിനം അതിനേക്കാളും സന്തോഷമുള്ള ഈ സമുദ്രതീരത്തിൽ വെച്ച് ഇന്നേ ദിനം പങ്കെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. ഉമ്മൻചാണ്ടി സാറിൻ്റെ വികസനവും കരുതലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പൊതുപ്രവർത്തനം അതിനുപരി ജനപ്രതിനിധി ആയപ്പോൾ ഞാൻ സാറിൻ്റെ കൊച്ചിലെ മുതലേ നമ്മൾ സാറിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം നമ്മളൊരു കാര്യത്തിനും സാറ് ഇതിൻ്റെയൊരു ബുദ്ധിമുട്ടുണ്ട്, ഇദ്ദേഹത്തിന് ഇത്ര അനുവദിക്കണം, നമ്മൾ സാറ് എഴുതി ഒപ്പിട്ട് തരും, ഇത്ര ക്യാൻസർ പേഷ്യൻ്റ് ഇത്ര, അല്ലാതെ സുഖമില്ലാത്തവർക്ക് ഇത്ര. പക്ഷേ അതിൽ നിന്നാണ് ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ മറ്റുള്ള സാധാരണക്കാരെ എങ്ങനെയാണ് അവരെ ചേർത്ത് നിർത്തുന്നത്, കരുതൽ. ഞാനൊരു ദിവസം ക്ലിപ്പ് ഹൗസിൽ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് സാറിനെ കാണാൻ പോയപ്പോൾ കണ്ടൊരു ഏറ്റവും വലിയൊരു കാഴ്ചയാണ്. നമ്മൾ ഇന്നത്തെ മുഖ്യമന്ത്രിമാർ അത് കണ്ടുപഠിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ ക്ലിപ്പ് ഹൗസിൽ നിൽക്കുമ്പോൾ സാറ് ഭയങ്കര ആൾക്കൂട്ടം ക്ലിപ്പ് ഹൗസിൻ്റെ മുന്നിൽ. അന്ന് ഇതേ കണക്ക് സാർ നടുക്ക് ഉടുപ്പൊന്നും ഇങ്ങനെ എല്ലാം അയച്ചിട്ടിരിക്കുക, ഇടയ്ക്ക് ഇങ്ങനെ മടക്കും, ഒരാളെ കാര്യം കേൾക്കും, മടക്കും, മൊത്തം മടക്കിയിട്ടില്ല, നിൽക്കുക, മുടി ഇങ്ങനെ അളിച്ചിട്ടിരിക്കുന്നു, ചീവാൻ പോലും പുള്ളിക്ക് ചുറ്റും ആൾ, എല്ലാം ഈ സഹായത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. പക്ഷേ സാറിൻ്റെ അവിടെ ആർക്കി എന്ന് പറഞ്ഞ അദ്ദേഹം ഇതേ കണക്ക് ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയിൽപ്പെട്ട ഇവിടെ മിക്കുന്ന കോഴിക്കോട് നിന്നോ ഇവിടുന്നോണ്ട് വന്നതാണ്. അവർ വന്നപ്പിച്ച് വഴുകിപ്പോയി. ആ അമ്മയും സുഖമില്ലാത്ത ഇച്ചിരി മാനസികമായ പ്രശ്നങ്ങൾ 2 കുട്ടികളുമായിട്ട് റോഡിൽ നിൽക്കും. അവരെ ട്രസ്റ്റിൽ വലിയ പ്രതിസന്ധികൾ, ആഹാരമില്ല, ഭയങ്കര ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ പറയാൻ വന്നതാണ്. പക്ഷേ അവർക്ക് ഇത്രയും പേരെ ഇടിച്ചിട്ടുകൊണ്ട് സാറിനെ കാണാൻ പറ്റുന്നില്ല, അത്രത്തോളം ജനത്തിരക്ക്.
അപ്പോൾ അവിടെ നിന്ന ഈ RK എന്ന് പറയുന്ന നമ്മുടെ അന്നത്തെ സാറിൻ്റെ സ്റ്റാഫായിട്ടുള്ള അദ്ദേഹം പറയുമോ, നിങ്ങളെ ക്ലിപ്പ് ഹൗസിൻ്റെ ആ സൈഡിൽ റൗണ്ട് ഉണ്ട്, അവിടെ നിൽക്കണം. സാറിന് മുഖ്യമന്ത്രിയുടെ വണ്ടി അലാറമിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ ആ കാറിൻ്റെ മുന്നിലേക്ക് തൊഴുതു നിൽക്കണം. അദ്ദേഹം ഉറപ്പായിട്ടും ആ വണ്ടി നിർത്തും. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയുക, ഒരിക്കലും മുഖ്യമന്ത്രി ഒന്നും വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആരെയും കണ്ട നിർത്തത്തില്ല ആൾക്കാർ പറയുക. പക്ഷേ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, ഈ അലാറമിട്ട വണ്ടി അങ്ങോട്ട് ഇറങ്ങി ആ വളവിൽ ചെന്നപ്പോൾ ഈ അമ്മേനെയും ആ കുട്ടികളെയും കണ്ടപ്പോൾ പെട്ടെന്ന് ഈ വാഹനം നിർത്തും. പൈലറ്റ് വാഹനം മുന്നിൽ പോവുകയും മുഖ്യമന്ത്രിയുടെ വാഹനം നിർത്തുകയും അവിടെ ഇറങ്ങി ആ ഒരു തിട്ടയുണ്ട്, ആ തിട്ടപ്പുറത്ത് ഇരുന്നു കൊണ്ട് അവരെ കൂടെ നിർത്തിക്കൊണ്ട് അവരെ പ്രശ്നങ്ങൾ കേട്ട് അടിയന്തരമായിട്ട് ഇത് പരിഹരിക്കണമെന്ന് പറഞ്ഞ് കോഴിക്കോടുള്ള ഏതാ ഒരു വലിയൊരു പ്രവാസിയോ എന്തോ വലിയ ബിസിനസ്മാനെ വിളിച്ചു പറയുക, അവിടെ ആ ഒരു ആലയത്തിൽ എല്ലാവിധ സഹായവും ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്ത ശേഷമാണ് അദ്ദേഹം അന്ന് ആ കാറിൽ കയറിപ്പോയത്. അതാണ് ഒരു മുഖ്യമന്ത്രി കരുതൽ. അന്നാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി മറ്റുള്ളവരെ കെയർ ചെയ്യുക, അതാണ് കരുതൽ. വികസനം പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം, വിഴിഞ്ഞം തുറമുഖം, മെട്രോ മുതലുള്ള വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ അത്രയും വലിയ ഒരു മനുഷ്യൻ്റെ ഈ ഓർമ്മകൾ ഈ ദിവസം തന്നെ ഇവിടെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരുക്കിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റിനും പ്രത്യേക അഭിനന്ദനം നേരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ 1000 പുഷ്പാർച്ചന നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇന്നൊരു ദിവസം ഫുള്ള് നമ്മളിവിടെ ഇരുന്നാലും അദ്ദേഹത്തിന് ചെയ്തിട്ടുള്ള നന്മകൾ നമുക്ക് പറഞ്ഞാലും തീരാത്ത അത്രയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇപ്പം അതിനകത്ത് പറ്റുന്നതിൽ ഏറ്റവും ചുരുങ്ങിയ കുറേ കാര്യങ്ങൾ തന്നെ, അതിലേറ്റവും ചുരുങ്ങിയ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ നിങ്ങളെ ഇരുത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു.